പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വലിയവനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് അടുത്തു വരുവാൻ കർത്താവ് തരുന്നതായ നല്ല അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്നതിനായി ലൈവിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നതായ വിഷയം തിരുവചന യുദ്ധങ്ങൾ ആത്മീയ വീക്ഷണത്തിൽ എന്നുള്ളതായ വിഷയമാണ്. ഒരു പുതിയ നിയമവിശ്വാസി ദൈവസന്നിധിയിലേക്ക് രക്ഷിക്കപ്പെട്ട് ദൈവ സ്നാനം സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് അഥവാ ദൈവസഭയിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് അവൻ അടുത്തു വരുമ്പോൾ, അവൻ അറിഞ്ഞോ അറിയാതെയോ ഒരു വാർ ഫീൽഡിലേക്ക് അവൻ നയിക്കപ്പെടുകയാണ്. നമ്മുടെ പുതിയ നിയമ സഭയെ സംബന്ധിച്ച് തന്നിരിക്കുന്നതായ പ്രമാണങ്ങളെല്ലാം തന്നെ ആത്മീയ പ്രമാണങ്ങളായിരിക്കുമ്പോൾ, നമ്മുടെ ആത്മാവിനുള്ളത് നാം കരുതുമ്പോൾ, ഒരു നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അത് കൈവശമാക്കേണ്ടതിന് നാം ഒരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ആത്മീയ യുദ്ധക്കളത്തിലായിരിക്കുന്നതായി ഒരു ദൈവ പൈതൽ ഏതൊക്കെ രീതിയിലാണ് യുദ്ധത്തിനായിട്ട് ഒരുങ്ങേണ്ടത്, തനിക്ക് വെച്ചിരിക്കുന്നതായ നിത്യതയുടെ വാഗ്ദത്തം കൈവശമാക്കേണ്ടതിന് തടസ്സമായി നിൽക്കുന്നതായ വിഷയങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്, ആ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതിനു വേണ്ടിയാണ് പഴയ നിയമത്തിലെ എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ആ അക്ഷരീകമായിരിക്കുന്നതായ വിഷയത്തിന്റെ ആത്മീക പൊരുളാണ് നമുക്ക് പുതിയ നിയമത്തിൽ ദർശിപ്പാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഒന്നിച്ച് നാം ചിന്തിക്കുമ്പോഴാണ് ദൈവവചനത്തിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതായ വിഷയം തിരുവചന യുദ്ധങ്ങൾ ആത്മീക വീക്ഷണത്തിൽ എന്നുള്ളതായ ടോപ്പിക്കിലാണ്. നാം ഇതിനോടകം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏക യുദ്ധം അത് ചിന്തിപ്പാനായിട്ടിടയായി. അബ്രഹാം തന്റെ സഹോദരനായ ലോത്തിനു വേണ്ടി നടത്തിയ യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിന്റെ പശ്ചാത്തലം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായ രണ്ടാമത്തെ യുദ്ധം പുറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം ചെയ്തതായി തന്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ചെയ്ത യുദ്ധത്തെ കുറിച്ചുള്ളതാണ്. യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് യുദ്ധം ദൈവത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായ രണ്ടാമത്തെ യുദ്ധം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന് കനാൻ ദേശം അവകാശമായി കിട്ടി. നമുക്കത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അബ്രഹാമിന്റെ 4ാം തലമുറ, അബ്രഹാമിന്റെ സന്തതി ഇസഹാക്ക്, ഇസഹാക്കിന്റെ സന്തതി യാക്കോബ്, യാക്കോബിന്റെ സന്തതികളായ ഗോത്രപിതാക്കന്മാരായ 12 പേർ, 4ാമത്തെ തലമുറ, അബ്രഹാമിന്റെ 4ാം തലമുറ മിസ്രൈമിലേക്ക് കടന്നു ചെല്ലുകയും അവർ അവിടെ അടിമകളാക്കി
അഭയാർത്ഥികളായി പിന്നീട് അടിമകളായി തീരുന്നതായ അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് കാരണം നമുക്കറിയാം എന്താണെന്ന്. യോസഫ് മിസ്രൈമിലെ മന്ത്രിയായി കനാൻ ദേശത്ത് ക്ഷാമം കടന്നു വന്നു. ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് മിസ്രൈമിലേക്ക് പോയതായ സഹോദരന്മാർ നഷ്ടപ്പെട്ടു പോയതായ തന്നെ തങ്ങളുടെ സഹോദരനായ യോസഫിനെ തിരിച്ചറിഞ്ഞു. യോസഫ് മന്ത്രിയായിരുന്നത് കൊണ്ട് യാക്കോബിന്റെ കുലം മുഴുവനും മിസ്രൈമിലേക്ക് കടന്നു വരുവാൻ ഇടയായി. മിസ്രൈമിൽ യോസഫ് മന്ത്രിയായിരുന്നത് കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു മിസ്രൈമിൻ രാജാവായ ഫറവോൻ. എന്നാൽ എല്ലാ കാലത്തും അതുപോലെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. യോസഫിന്റെ കാലത്ത് ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടയായിട്ട് തീർന്നു. അവർ ചോദിച്ചതായ പ്രദേശം അവർക്ക് ലഭിച്ചു, ദേശത്ത് മാന്യത ലഭിച്ചു. പക്ഷേ യോസഫ് മരിച്ചു. യോസഫിനെ അറിയാത്തതായ മറ്റൊരു രാജാവ്, റമേസസ് രണ്ടാമൻ എന്ന് പറയുന്നതായ രാജാവ് മിസ്രൈമിൽ ഫറവോനായി വന്നു. കാര്യങ്ങൾ മാറിമറിഞ്ഞു. യോസഫിനെ അറിയാത്തതായ രാജാവ് മിസ്രൈമിൽ വന്നതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ കാര്യങ്ങൾ കഷ്ടത്തിലായി. അതിന് കാരണമെന്ത്? അവരുടെ അനുതര സാധാരണമായ ആ പെരുപ്പം നിമിത്തം ആ മിസ്രൈം രാജാവ് ഭയപ്പെടുവാനായിട്ടിടയായി. സ്ഥാനമാനങ്ങൾ ലഭിച്ചതായ ഇസ്രായേലിന്റെ സ്ഥാനത്ത് വ്യത്യാസം വന്നു. മാന്യതയുടെ അനുഭവമെല്ലാം മാറി. അവർ അടിമത്വത്തിലേക്ക് വീഴുവാനായിട്ടിടയായി തീർന്നു. ഇവിടെ നമ്മൾക്കൊരു ആത്മീയ പാഠമുണ്ട്. ലോകം കൽപ്പിച്ചു തരുന്നതായ സ്ഥാനങ്ങളും മാനങ്ങളും അത് താൽക്കാലികങ്ങളാണ്. ഏതു സമയത്തും ആ സ്ഥാനചലനം സംഭവിക്കാം. ലോകം തരുന്നതായ മാന്യതകൾ ഏതു സമയത്തും അഴിഞ്ഞു വീഴാം. എന്നാൽ അനിത്യമായതുള്ളത്, അഴിഞ്ഞു വീഴാത്തത്, നിലനിൽക്കുന്നത് ദൈവം തരുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് ദൈവജനം മനസ്സിലാക്കണം. ദൈവം തരുന്നതായ അനുഗ്രഹങ്ങൾ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ നന്മകൾ വിട്ട് ലോകം തരുന്നതായ നന്മകൾക്ക് പുറകെ പോകുന്നത് മരീചികയ്ക്ക് പുറകെ പായുന്നതായ മൃഗങ്ങളുടെ അനുഭവത്തിലേക്ക് നമ്മെ എത്തിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾക്ക് കിട്ടിയതായ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, മാന്യത നഷ്ടപ്പെട്ടു. മിസ്രൈമിന്റെ അടിമത്വത്തിലേക്ക് അവർ വഴുതി വീഴുവാനായിട്ടിടയായിട്ട് തീർന്നു. അവിടെയും തീർന്നില്ല. ജനത്തിന്റെ പെരുപ്പം കണ്ട്, ജനം വർദ്ധിച്ചു വരുന്നത് കണ്ട്, പെരുകി വരുന്നത് കണ്ട്, വർധനമല്ല പെരുകി വരുന്നത് കണ്ട്, വർധനവും പെരുക്കവും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂടിക്കൂടി പോകുന്നതിനെയാണ് വർധനമെന്ന് പറയുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിനെയാണ് പെരുപ്പം എന്ന് പറയുന്നത്. ഇസ്രായേൽ മിസ്രൈമിൽ പെരുകി തുടങ്ങി. ഇത് കണ്ടതായ മിസ്രൈം രാജാവും മിസ്രൈമിയ അധികൃതരും എന്താ സംഭവിച്ചത്? അവര് ഭയപ്പെട്ടു. അവര് പറഞ്ഞു, ഇവർ വളരെ താമസിയാതെ എണ്ണത്തിൽ നമ്മേക്കാൾ അധികമാകും, നമ്മേക്കാൾ അധികമാകുവാനായിട്ട് പോകുന്ന ഈ ജനത്തെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല. ഈ ജനത്തെ ഏതെങ്കിലും രീതിയിൽ അമർത്തിയേ മതിയാകുകയുള്ളൂ. അങ്ങനെ മിസ്രൈം ഇസ്രായേലിനെ അമർത്തുവാനായി പദ്ധതിയിട്ടു. ആ മിസ്രൈം ഇട്ടതായ 3 പ്രധാനപ്പെട്ടതായ തന്ത്രങ്ങൾ നമുക്ക് പുറപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിലൊരു തന്ത്രം നമുക്ക് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിപ്പാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ട് പൊക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക.
ദൈവജനത്തിന്റെ ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായ ആത്മീയ പാഠമുണ്ട്. ഒന്നാം യുദ്ധത്തിൽ നാം 17 ആത്മീയ പാഠങ്ങൾ മനസ്സിലാക്കുവാനായിട്ടിടയായി. രണ്ടാം യുദ്ധത്തിലും 12-ലധികം ആത്മീയ പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തപ്പെടുകയാണ്. ഓരോ യുദ്ധത്തിൽ നിന്നും ദൈവജനം മനസ്സിലാക്കേണ്ടതായ ആത്മീയ പാഠങ്ങളുണ്ട്. ആ ആത്മീയ പാഠങ്ങൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ പടയാളിക്ക് എപ്പോഴും പ്രയോജനപ്പെടും എന്ന് മറന്നു പോകരുത്. ഇപ്പൊ ഒന്നാമത് നമുക്കവിടെ കിട്ടുന്നതായ ആത്മീയ പാഠം, ഇസ്രായേൽ പെരുകുന്നത് കണ്ട് ശത്രു ഭയപ്പെടുകയാണ്. ദൈവജനത്തിന്റെ വളർച്ചയും ദൈവജനത്തിന്റെ തഴപ്പും എപ്പോഴും ശത്രുവിന് ഭീതി ഉളവാക്കുന്നതാണെന്നറിയണം. ആത്മീയമായി ദൈവജനം ഉണരുമ്പോൾ, വചനം ഉള്ളിൽ ശക്തി പ്രാപിച്ച് ആത്മീയമായി തഴപ്പ് പ്രാപിക്കുമ്പോൾ, ദൈവത്തോട് അടുക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് ജനം ഒരുക്കപ്പെടുമ്പോൾ, എതിരെ നിൽക്കുന്ന സാത്താന്യ മണ്ഡലം ഒരിക്കലും അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കരുത്. ദൈവജനത്തെ ഒതുക്കിക്കളയുവാൻ, ദൈവജനത്തെ തകർത്ത് കളയുവാൻ, അവരുടെ നന്മകളെ മുടക്കിക്കളയുവാൻ ശത്രുവായവൻ ഒരുക്കുന്നതായ അനേക പദ്ധതികളുണ്ട്. എണ്ണത്തിൽ കുറവ് വരുത്തുവാൻ, കുറവ് വന്നില്ല എങ്കിൽ ഭിന്നിപ്പിച്ച് പല വഴിക്കാക്കുവാൻ, ശക്തി കെടുത്തിക്കളയുവാൻ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ദൈവജനത്തിനെതിരെ തന്ത്രങ്ങളുമായി കടന്നു വരുമെന്നുള്ളത് മറന്നു പോകരുത്. ഒന്നുകിൽ ജനനം തടയും, ഇല്ലെങ്കിൽ ജനിക്കുന്നതിനെ കൊന്നുകളയുവാൻ കൽപ്പനയിടും, ഇല്ല എങ്കിൽ വളർച്ച അതിന്റെ പൂർണ്ണതയിലെത്തുന്നതിന് മുമ്പേ പ്രതിസന്ധികളിലേക്ക് എറിയപ്പെടുവാൻ ശത്രുവായവൻ കരുക്കളൊരുക്കും. 3 വിധ പദ്ധതികളാണ് ദൈവജനത്തിനെതിരായി, ഇസ്രായേലിനെതിരായി ഫറവോൻ കൽപ്പിച്ചത്. ഒന്നാമത്തെ തന്ത്രമെന്ന് പറയുന്നത്, അവരെ ഞെരുക്കേണ്ടതിന്റെ മാക്സിമം അവരെ ഞെരുക്കുവാനായിട്ട് അവരുടെ മേൽ ഊഴിയ വേലക്കാരെ ആക്കുകയാണ്, യജമാനന്മാരെ ആക്കുകയാണ്. അവർ അടിമപ്പണി ചെയ്യുന്നത് പോരാ എന്ന് വരുമാറ് അവരെ എവിടെയൊക്കെ ദണ്ഡിപ്പിക്കാമോ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അവരെ വല്ലാതെ ഞെരുക്കുന്നതായ ഫറവോന്റെ വ്യാപാരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശത്രു ദൈവജനത്തിന്റെ മേൽ കൊണ്ടുവരുന്ന ഞെരുക്കം മനസ്സിലാക്കി ആ ഞെരുക്കത്തെ അതിജീവിക്കുവാനുള്ളതായ ദൈവകൃപയാണ് ദൈവജനം പ്രാപിക്കേണ്ടത്. ദൈവജനം ഞെരുക്കത്തിന് അടിമപ്പെടേണ്ടവരല്ല. പിശാച് കൊണ്ടുവരുന്ന, സാത്താന്യ മണ്ഡലം കൊണ്ടുവരുന്നതായ ഞെരുക്കത്തിന് അടിമപ്പെടേണ്ടവരല്ല ദൈവജനം എന്ന് മനസ്സിലാക്കണം. ദൈവജനത്തെ ഇല്ലായ്മയാക്കുവാനും അവരെ തന്ത്രങ്ങൾ മെനഞ്ഞ് അവരുടെ ശക്തിയെ കെടുത്തുവാനും കൊണ്ടുവരുന്നതായ ശത്രുവിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി ഉന്നതമായ വിടുതലിന്റെ സാക്ഷ്യം പ്രാപിപ്പാൻ ദൈവജനം ആത്മാവിൽ ഒരുക്കപ്പെടണമെന്ന് ഇന്ന് പകലിൽ ദൈവജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമത് കൊണ്ടുവന്നത്, ഗർഭിണികളായിരിക്കുന്നതായ ഇസ്രായേലി സ്ത്രീകളുടെ മേൽ സൂതികർമ്മിണികളെ നിയമിക്കുവാനിടയായി. എന്നിട്ട് സൂതികർമ്മിണികൾക്ക് ഒരു കൽപ്പന കൊടുത്തു, ജനിക്കുമ്പോൾ തന്നെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം. പക്ഷേ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു. അവർ ഫറവോന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടില്ല. ഫറവോൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാതിരിക്കുന്നത്? സൂതികർമ്മിണികൾ പറഞ്ഞു, മിസ്രയീമ്യ സ്ത്രീകളെ പോലെ അല്ല ഇസ്രായേലിയ സ്ത്രീകൾ. അവർ നിറവുള്ളവരാണ്, ആരോഗ്യവതികളാണ്. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചു കഴിയും. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് അവരെ കൊന്നുകളയുവാൻ കഴിയും? അതുകൊണ്ട് ആ പദ്ധതിയും നടന്നില്ല. ദൈവത്തെ ഭയം ഉള്ളതായ സൂതികർമ്മിണികൾ ഫറവോന്റെ വ്യാപാരത്തിന് അടിമപ്പെട്ടില്ല. ദൈവ
ഭയമാണ് രണ്ടാമത്തെ തന്ത്രത്തെ ജയിപ്പാൻ ഇസ്രായേൽ മക്കൾക്കിടയായിട്ട് തീർന്നത്. മൂന്നാമത്തെ തന്ത്രം, ജനിച്ചു കഴിഞ്ഞ് ആ ആൺമക്കളെ, ആ ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയുവാൻ ഫറവോൻ കൽപ്പനയിടുകയാണ്. ജനിക്കുന്നതിനെ ജനനത്തിൽ തന്നെ കൊന്നുകളയുവാൻ, അല്ലെങ്കിൽ അത് വളർച്ച പ്രാപിക്കാതെ ഇരിക്കേണ്ടതിനെ കൊന്നുകളയുവാൻ ശ്രമിക്കുന്നതായ സാത്താന്യ മണ്ഡലം ഇത് ആത്മീയ മണ്ഡലത്തിൽ കാണുവാനായിട്ട് കഴിയും. ഒരുവനെ ദൈവം വിളിച്ച് ദൈവ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരുവാൻ അനുവദിക്കാതെ, ആത്മീയമായി തിറവ് പ്രാപിപ്പാൻ അനുവദിക്കാതെ, ആത്മീയമായി വളരുവാൻ അനുവദിക്കാതെ, ശൈശവത്തിലെ മുരടിപ്പിച്ച് കളയുന്ന, ആത്മീയ ജീവിതത്തെ മുരടിപ്പിച്ച് കളയുന്ന അധികാരമണ്ഡലത്തിന്റെ ഇടപെടൽ ദൈവജനത്തിന്റെ മേൽ ഉണ്ടാകുവാൻ പാടില്ല. ആത്മീയമായി വളരുവാനുള്ളതായ എല്ലാ സാഹചര്യങ്ങളും ആത്മീയ നേതൃത്വങ്ങൾ ജനിക്കുന്നതായ ആത്മീയ ശിശുക്കൾക്ക് ഒരുക്കി കൊടുക്കുവാൻ ഉത്സുകരായിരിക്കണമെന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ വിഷയം. ഇവിടെ ഇസ്രായേലിൽ കഷ്ടതയിലായിരുന്നതായ ജനത്തിന്റെ കഷ്ടത യഹോവയായ ദൈവം കണ്ടു. ദൈവം ഉൾപ്പെടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ കാര്യം നമുക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. യഹോവയായ ദൈവം പറഞ്ഞു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു, അതുകൊണ്ട് അവരെ രക്ഷിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. മോശയെ, ഞാൻ നിന്നെ ദൗത്യമേൽപ്പിക്കുകയാണ്. അനേക പ്രതിസന്ധികൾ, അനേക തടസ്സങ്ങൾ മോശ പറഞ്ഞു എങ്കിലും ദൈവത്തിന്റെ നിയോഗം മോശയുടെ മേൽ കടന്നു വന്നു. മോശ ദൈവത്താൽ നിയമിതരായി ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനുള്ളതായ നിയോഗം പ്രാപിച്ചുകൊണ്ട്, ദൈവിക പ്രത്യക്ഷത ഏറ്റെടുത്തുകൊണ്ട് മോശ അവിടെ നിന്ന് യാത്രയാകുകയാണ്. മിദ്യാനിൽ നിന്ന് മോശ മിസ്രയീമിലേക്ക് യാത്രയാകുകയാണ്. ഒരിക്കൽ തള്ളിക്കളഞ്ഞതായ, ഒരിക്കൽ ഓടിപ്പോയതായ ആ ദേശത്ത് നിന്ന്, ഒരിക്കൽ തള്ളിക്കളഞ്ഞതായ തന്റെ സ്വന്തം സഹോദരന്മാരുടെ അടുക്കലേക്ക് മോശ ഇതാ ദൈവ കൃപ പ്രാപിച്ച്, ദൈവിക ശുശ്രൂഷ ഏറ്റെടുത്ത്, ദൈവിക നിയോഗം ഏറ്റെടുത്ത്, ദൈവം കൊടുത്തതായ അധികാരവുമായി അവൻ മിസ്രയീമിലേക്ക് കടന്നു ചെല്ലുകയാണ്. നമുക്കറിയാം, മിസ്രയീമിലെത്തിയതായ മോശ ആ പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ദൈവം അയക്കുന്നതായ വിവിധ ബാധകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിടുതലിനായി ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവജനത്തിന് വിടുതൽ നിശ്ചയമാണ്. ഒരു ഫറവോന്യ വ്യാപാരത്തിനും ദൈവജനത്തിന്റെ വിടുതലിനെ തടയുവാൻ കഴിയുകയില്ല. യഹോവയായ ദൈവം തന്റെ നിയോഗം മോശയുടെ മേൽ അയച്ചു. മോശയോടുകൂടെ നിൽക്കുവാൻ അഹരോൻ മാത്രമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. മോശയുടെ വിടുതലിന്റെ ശബ്ദവുമായി ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ എത്തുമ്പോൾ ഫറവോൻ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതുവരെ മിസ്രയീമിന്റെ മേൽ അടിച്ചേൽപ്പിച്ചതായ അടിമനുഖത്തിന്റെ ഭാരം ഫറവോൻ വർദ്ധിപ്പിക്കുവാനിടയായി. ജനം മോശയോട് കൈപ്പായി. മോശ പറഞ്ഞതായ വാക്കുകൾ ജനം അംഗീകരിക്കാതിരിക്കേണ്ടതിന് ഫറവോൻ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. വചനമുള്ളിൽ കടക്കാതിരിക്കേണ്ടതിന്, ദൈവിക വിടുതൽ ജനം പ്രാപിക്കാതിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് ദൈവജനം പുറപ്പെടാതിരിക്കേണ്ടതിന് മിസ്രയീമ്യ വ്യാപാരങ്ങൾ, സാത്താന്യ മണ്ഡലങ്ങൾ ദൈവജനത്തിനെതിരെ പദ്ധതികൾ ഒരുക്കുമ്പോൾ ആ പദ്ധതികളെ അതിജീവിക്കുവാൻ ദൈവകൃപ പ്രാപിച്ചതായ മോശയ്ക്ക് കഴിയുമെന്ന് അറിയാതിരിക്കരുത്. ദൈവിക പ്രത്യക്ഷത ഏറ്റെടുത്തതായ മോശ, ദൈവിക ശക്തി ഏറ്റെടുത്തതായ മോശ, ദൈവ നിയോഗം ഏറ്റെടുത്തതായ മോശ ഫറവോന്റെ ഭീഷണിക്ക് മുമ്പിൽ അവൻ തളരുകയല്ല. ദൈവകരം മോശയ്ക്ക് അനുകൂലമാണ്. അതുകൊണ്ട് മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോനെതിരെ നിന്ന് ദൈവജനത്തിനെതിരെ സംസാരിക്കുവാനിടയായിട്ട് തീരുകയാണ്. ഏതായാലും നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെടുവാൻ
ദൈവം പദ്ധതികൾ ഒരുക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി 10ഓളം ബാധകൾ മിസ്രയീമിന്റെ മേൽ യഹോവയായ ദൈവം അയച്ചു. ബാധകൾ കടന്നു വരുമ്പോൾ ദൈവ കൃപയിൽ ആശ്രയിക്കുന്നതായ മോശയുടെ ജനത്തിന് ദൈവത്താലുള്ളതായ സംരക്ഷണം ലഭിക്കുകയാണ്. ഒരു മോശ ഇടിവ് നിൽക്കുന്നിടത്തോളം ദൈവജനത്തിനു വേണ്ടി ദൈവജനത്തിന്റെ വിടുതലിനു വേണ്ടി ദൈവ ഇഷ്ടപ്രകാരം മോശ നിൽക്കുന്നിടത്തോളം ബാധകളൊന്നും ദൈവജനത്തെ ബാധിക്കുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പാപത്തിന്റെ അധീനതയിൽ കിടന്നതായ ആ ജനത്തെ, അല്ലെങ്കിൽ മിസ്രയീമിന്റെ അടിമത്തം എന്ന് പറയുന്നത് പുതിയ നിയമ വീക്ഷണത്തിൽ അത് പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്നതായ ജനത്തെ സൂചിപ്പിക്കുകയാണ്. ആ മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്നതായ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കേണ്ടതിന് ഒടുവിൽ യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത പ്രമാണം, വിടുതലിന്റെ സമയമായപ്പോൾ സംഹാരദൂതനെ ഞാൻ മിസ്രയീമിൽ അയക്കുകയാണ്. ആബീബ് മാസം 14-ാം തീയതി രാത്രിയിൽ മിസ്രയീമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അയക്കപ്പെടുന്നതായ സംഹാരദൂതൻ ഓരോ ഭവനത്തിനും കടന്നു എന്ന് അവിടെയുള്ളതായ കടിഞ്ഞൂലുകളെയൊക്കെയും സംഹരിക്കും. ആ കടിഞ്ഞൂലുകൾ മൃഗത്തിലായാലും മനുഷ്യനായാലും ധനവാനായാലും ദരിദ്രനായാലും രാജാവിന്റെ ഭവനത്തിലായാലും പ്രജയുടെ ഭവനത്തിലായാലും വ്യത്യാസമെന്നെ കടന്നു ചെല്ലുന്നതായ സംഹാരദൂതനെ ഞാൻ അയക്കും. ആ സംഹാരദൂതനിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതിന് ഇസ്രായേൽ ജനം ചെയ്യേണ്ടത് ഓരോ കുടുംബത്തിനും ഓരോ കുഞ്ഞാടറുക്കപ്പെടണം. ആ വിമോസം 10-ാം തീയതി മാറ്റിക്കെട്ടിയതായ പെസഹ കുഞ്ഞാട്, ആ കുഞ്ഞാടിനെ നിങ്ങൾ അറുക്കണം. പുറപ്പാട് സൂചിപ്പിക്കുമാറ് ഒരു പാസ് ഓവർ നിങ്ങൾ കൊണ്ടാടണം, ഒരു പെസഹ നിങ്ങൾ കൊണ്ടാടണം. ആ പെസഹയ്ക്ക് വേണ്ടി അറുക്കപ്പെടുന്നതായ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടണം. കടന്നു പോകുന്നതായ സംഹാരദൂതൻ ആ രക്തത്തിന്റെ അടയാളം നോക്കി, രക്തം അടയാളമായി എടുത്തിട്ടുള്ളതായ ഭവനങ്ങളെ അവൻ വിട്ടൊഴിഞ്ഞു പോകും. ബാക്കിയുള്ളതായ ഭവനങ്ങളിലേക്ക് സംഹാരദൂതൻ കടന്നു ചെല്ലുവാനിടയായിട്ട് തീരും. പുതിയ നിയമത്തിന്റെ വിടുതലിന്റെ പ്രമാണം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളെല്ലാം നിഴലായി നിൽക്കുമ്പോൾ അത് പൊരുളായി പുതിയ നിയമത്തിൽ നിറവേറപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. പാപത്തിന്റെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്നതായ ഇസ്രായേൽ ജനം അറുക്കപ്പെട്ടതായ പെസഹ കുഞ്ഞാടിന്റെ ചോര അടയാളമായി സ്വീകരിച്ചത് കൊണ്ട്, ആ ചോരത്തളി ആചരിച്ചത് കൊണ്ട് സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതാ നമുക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുവാനിടയായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിതാവായ ദൈവം തന്റെ ഓമനകുമാരനായ കർത്താവായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ അവൻ കടന്നു വന്നു. ദൈവ ഇഷ്ടത്തിനു വേണ്ടി മാനവജാതിയുടെ രക്ഷയ്ക്കായി തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാടായി അവൻ കാൽവറിയിൽ അറുക്കപ്പെട്ടു. ആ അറുക്കപ്പെട്ടതായ പുണ്യാഹ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതായ ആ പുണ്യാഹ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഓരോ ദൈവ പൈതലും വരുവാനിരിക്കുന്നതായ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ വാഗ്ദത്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം അനിഷേധ്യമായി ശക്തമായി വിളംബരം ചെയ്യുമ്പോൾ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കുമെന്ന് ദൈവം അരുളി ചെയ്തതനുസരിച്ച് കുഞ്ഞാടിന്റെ രക്തത്താൽ പാപക്ഷമ ലഭിപ്പാൻ തക്കവണ്ണം ദൈവജനം ഈ അറുക്കപ്പെട്ടതായ കുഞ്ഞാടിന്റെ അടുക്കലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാപത്തിന്റെ കറകൾ അവനിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. വരുവാനിരിക്കുന്നതായ നിത്യമരണത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ അവൻ വിടുതൽ പ്രാപിക്കുകയാണ്.
അതാണ് പെസഹ കുഞ്ഞാട് നമ്മെ കാണിക്കുന്നത്. ഇസ്രായേൽ ജനം പെസഹ കുഞ്ഞാടിനെ അറുത്തു. അന്ന് രാത്രിയിൽ അവർ യാത്ര പുറപ്പെടുകയാണ്. മിസ്രയീമിൽ നിന്ന് അവർക്കൊരു പുറപ്പാടുണ്ട്. ദൈവജനത്തിന് എക്കാലത്തും രണ്ട് പുറപ്പാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ലോകപ്രകാരമുള്ളതായ ഒരു പുറപ്പാട്, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ളതായ ഒരു പുറപ്പാട്, പാപത്തിൽ നിന്നുള്ളതായ ഒരു വേർപാട്. മിസ്രയീമിലായിരുന്നതായ നൂറ്റാണ്ടുകൾ മിസ്രയീമിലായിരുന്നതായ ഇസ്രായേൽ ജനം മിസ്രയീമിൽ ദൈവത്തെ ആരാധിക്കുവാൻ പ്രമാണമില്ല. ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ദൈവജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ ചെന്ന് ദൈവത്തിന്റെ പ്രമാണം ഏറ്റുവാങ്ങി മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രമാണം. ആയിരിക്കുന്നതായ ഇടത്ത്, ആയിരിക്കുന്നതായ സാഹചര്യത്തിനനുസരിച്ച്, ആയിരിക്കുന്നതായ കഴിവിനനുസരിച്ച് അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവജനത്തിന് ഒരു വേർപാടുണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അത് വ്യക്തമായി പറയുന്നു. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. പാപത്തിൽ നിന്ന് വേർപെടുവാൻ, പാപത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് വേർപെടുവാൻ ദൈവ ജനത്തിനൊരു വേർപാടുണ്ട് എന്ന് വിശുദ്ധീകരിക്കപ്പെട്ടതായ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടതായ ദൈവജനം പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ പ്രമാണം പറയുമ്പോൾ, അങ്ങനെ വേർപെട്ടതായ ദൈവജനത്തിന് ഈ ലോകത്തിൽ നിന്നൊരു വേർപാടുണ്ട്. ആ വേർപാട് എപ്പോഴാണ്? കർത്താവായ യേശുക്രിസ്തു തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ഈ വേർപെട്ടതായ ദൈവജനത്തിന് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. ഈ ലോകത്തിൽ നിന്ന് വാനമേഘങ്ങളിലേക്ക് ഒരു പുറപ്പാടുണ്ട്. ഈ നശ്വരമായ ലോകത്തിൽ നിന്ന് അനശ്വരമായ സ്വർഗീയ ഗേഹത്തിലേക്ക് ഒരു പുറപ്പാടുണ്ട്. നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന ഇടത്തു നിന്ന് നിത്യജീവനിലേക്ക് ഒരു പുറപ്പാടുണ്ട്. ഈ പുറപ്പാടിന് വേണ്ടി ഒരുക്കപ്പെടുന്നത് കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട മരുഭൂമിയിൽ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നതായ ദൈവജനത്തിനു മാത്രമേ പുറപ്പാടുള്ളൂ. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, വചനം ശ്രവിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ആ കർത്താവിനെ എതിരേൽപ്പാൻ തയ്യാറാകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ചോരത്തുള്ള ആചരിക്കണം. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ദൈവത്തിന്റെ വചനം അനുസരിച്ച് വേർപാട് അനുഷ്ഠിച്ച് ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. ഞാൻ മടങ്ങി വരട്ടെ. ജനം പുറപ്പെടുകയാണ്. ആ പുറപ്പെട്ടതായ ദൈവജനത്തിനു വേണ്ടി ദൈവം ചെയ്യുന്നതായ യുദ്ധമാണ് മിസ്രയീമിൽ യഹോവയുടെ യുദ്ധമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ യുദ്ധത്തിലേക്കാണ് ഞാൻ നിങ്ങളെ, യുദ്ധത്തിന്റെ അനുഭവത്തിലേക്കാണ്, അത് പഠിക്കേണ്ടതിനു വേണ്ടിയാണ് നമുക്ക് ഒന്നിച്ച് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആ യുദ്ധം ഉണ്ടാകുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം നാം പറഞ്ഞു കഴിഞ്ഞു. യോസഫിനെ അറിയാത്തതായ ഒരു ഫറവോൻ മിസ്രയീമിൽ രാജാവായി. ആ രാജാവ് ഈജിപ്തിലെ അല്ലെങ്കിൽ മിസ്രയീമിലെ 20-ാമത്തെ രാജവംശത്തിന്റെ കാലത്താണ് ഇസ്രായേൽ പുറപ്പെടുന്നത്. ഹിക്സോസ് എന്ന രാജവംശമായിരുന്നു യോസഫിന്റെ കാലത്ത് മിസ്രയീം ഭരിച്ചിരുന്നത്. എന്നാൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുവാനിടയായി. അത് ചരിത്രമാണ് കേട്ടോ. ആഭ്യന്തര യുദ്ധത്തിൽ നാട്ടുവംശമായ ഫറവോന്മാരുടെ സംഘം അല്ലെങ്കിൽ ഫറവോന്മാർ ഈ ഹിക്സോസ് രാജവംശത്തിൽ നിന്ന് രാജകീയ പദവി കൈക്കലാക്കുവാനിടയായി. അതിനുശേഷം ഫറവോന്മാരാണ് ഈജിപ്തിനെ അല്ലെങ്കിൽ മിസ്രൈമിനെ ഭരിച്ചു വന്നത്. റമസേസ് രണ്ടാമൻ
ഭരിക്കുമ്പോഴാണ് മോശ മടങ്ങി മിസ്രൈമിലേക്ക് ചെല്ലുന്നത്. യുദ്ധത്തിന്റെ കാരണം നമ്മൾ ചിന്തിച്ചു. ദൈവജനത്തെ വിടുവിക്കുവാനായിട്ട് ദൈവം ഇറങ്ങി വന്നു. ബാധകൾ ഒന്നിനു പുറകെ ഒന്നായി മിസ്രൈമിന്റെ മേൽ കടന്നു വന്നു. അതിൽ നിന്ന് ദൈവജനമായ ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു. ഒടുവിൽ സംഹാരദൂതന്റെ ആദ്യ ജാതന്മാരുടെ സംഹാരം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ തടഞ്ഞു വെച്ചതായ ഫറവോൻ ഇസ്രായേൽ ജനത്തെ രാത്രി തന്നെ പുറപ്പെടുവാനായിട്ട് കൽപ്പനയിട്ടു. ആ കൽപ്പന പ്രകാരം പെസഹ ആചരിച്ച് ഒരുങ്ങി നിന്നതായ ദൈവത്തിന്റെ ജനം ആ രാത്രിയിൽ മോശയുടെ കൽപ്പന കേട്ട് കഴിഞ്ഞപ്പോ അവരുടെ ഭവനം വിട്ട് അവരിതാ പുറപ്പെടുകയാണ്. ഇത് ദൈവജനത്തിന്റെ ഉണ്ടാകാനിരിക്കുന്നതായ ഒരു പുറപ്പാടിന് സദൃശ്യമായി നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, മോശയുടെ കൽപ്പന അർദ്ധരാത്രിയിൽ ലഭിക്കുകയാണ്. കർത്താവിന്റെ വരവ് ആരും അറിയാത്തതായി നേരത്തായിരിക്കുമെന്ന് കർത്താവ് തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. ആ വരവിന് വേണ്ടി നാം ഒരുങ്ങി നിൽക്കണം. അർദ്ധരാത്രിയിൽ മണവാളന്റെ ശബ്ദം കേൾക്കും. ആ മണവാളന്റെ ശബ്ദം അർദ്ധരാത്രിയിൽ കേട്ടാലും മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുന്നതായ അനുഭവത്തിലായിരിക്കണം ദൈവജനം എപ്പോഴും ഒരുങ്ങി നിൽക്കേണ്ടത് എന്ന് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. ജനം പുറപ്പെട്ടു. നൂറ്റാണ്ടുകൾ അടിമത്തത്തിലായിരുന്നതായ ദൈവജനമാണ്. അവർക്ക് വാളെന്താണെന്ന് അറിയത്തില്ല, അവർക്ക് പരിചയം എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് അമ്പും വില്ലും അറിയത്തില്ല, അവർക്ക് യുദ്ധം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ഒന്നും അറിയാത്തൊരു ജനത്തെ ദൈവം പുറപ്പെടുവിക്കുകയാണ്. അവരോട് പറഞ്ഞത്, പാലും തേനും ഒഴുകുന്നതായ കനാൻ ദേശത്തേക്ക് നിങ്ങൾ യാത്രയാകണം, അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ്. അവർക്ക് കടന്നു പോകേണ്ടതായ ദേശം സുഗമമായിരുന്നില്ല എന്നുള്ള കാര്യം അവർക്കറിയത്തില്ലായിരുന്നു എങ്കിലും പുറപ്പെടുവിച്ചതായ ദൈവത്തിന് അവർ കടന്നു പോകേണ്ടതായ പാതയെ കുറിച്ച് നന്നായി അറിയാമായിരുന്നു. ദൈവമേ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഓരോ ദിവസവും കടന്നു പോകുന്നതായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പുതുമയുള്ളതാണ്. ഇന്ന് കടന്നു പോകുന്നതായ വഴിയായിരിക്കുകയില്ല നാളെ നമുക്ക് അപേക്ഷ ചെയ്യേണ്ടത്. ഇന്ന് നേരിടുന്നതായ പ്രതിസന്ധി ആയിരിക്കണമെന്നില്ല നാളെ നമ്മൾ നേരിടേണ്ടത്. നമുക്കറിയാം, ഒരു വർഷത്തിന് മുമ്പ്, ഇന്നേക്ക് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ള കാര്യം ഈ ലോകത്തിന്റെ ആരും മനസ്സിലാക്കിയിരുന്നില്ല. COVID-19 എന്നതായ മഹാമാരിയുടെ മുമ്പിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമെന്ന്, ജനം ഭീതി പെടുമെന്ന്, ഭയാശങ്കകളോട് നിൽക്കുമെന്ന് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ആരും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ പൊടുന്നനവയാണ് സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടത്. ജനത്തിന്റെ ജീവിതചര്യകൾ തന്നെ ആകെ മാറി മറിയുവാൻ ഇടയായി. ഒരു വലിയ പാഠം നമ്മെ ഇത് പഠിപ്പിക്കുകയാണ്. നാളെ സംഭവിക്കുവാൻ പോകുന്നത് എന്ത് എന്ന് നമ്മൾ അറിയാതിരിക്കുമ്പോൾ നിത്യത വരെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർ ഓർക്കും? അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതിരിക്കുന്നതായ ഭയാശങ്കകളാൽ നിറഞ്ഞതായ ഒരു ജീവിത ചുറ്റുപാടിൽ നിത്യത വരെ അറിയാവുന്നതായ നാഥൻ ഏത് പ്രതിസന്ധിയെയും വാക്കാലോ വിരലാലോ മാറ്റുവാൻ കഴിയുന്നതായ നമ്മുടെ അരുമനാഥൻ, ആ അരുമനാഥന്റെ കരുതലിലാണ് ദൈവ പൈതൽ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ ഇടയായിട്ട് തീരുകയാണ്. ദൈവജനത്തിന്, ഈ ഇസ്രായേൽ ജനത്തിന് കടന്നു പോകേണ്ടതായ പ്രദേശങ്ങൾ ഫെലിസ്തീർ തുടങ്ങിയുള്ളതായ ശത്രു രാജാക്കന്മാരുടെ അധീനതയിലാണെന്നുള്ള കാര്യം ഇസ്രായേലിന് അറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം. ഒരു യുദ്ധം കാണുമ്പോ അതുവരെ യുദ്ധം ചെയ്യാത്തതായ ജനം അവര് യുദ്ധം കണ്ട് ഭയപ്പെട്ട് മടങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കിയതായ ദൈവം അവരെ ആ യുദ്ധത്തിലേക്ക് നേരിട്ട് ആനയിക്കുന്നതിന് പകരം
അവർക്കൊരു വളഞ്ഞ വഴി അവർക്ക് വേണ്ടി ഒരുക്കുകയാണ്, ഒരു ചുറ്റിയ വഴി അവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം അറിയാത്തതായ ചുറ്റൽ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്താൽ നിർണയിക്കപ്പെട്ടതായ ചുറ്റലുകൾ ദൈവം നമ്മെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ന് പകലിൽ അറിയാത്തതായ ചില പ്രതിസന്ധികളിൽ കൂടെ, അറിയാത്തതായ ചില വിഷമ വൃത്തങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്നു എന്ന് തോന്നുന്നതായ ദൈവത്തിന്റെ ജനം മനസ്സിലാക്കേണ്ടത്, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചുറ്റലാണ് എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ ആ ചുറ്റൽ ദൈവം അറിഞ്ഞിട്ടാണ് വരുത്തിയത്. എന്തുകൊണ്ടെന്നാൽ നേരെയുള്ളതായ, നീ കരുതുന്നതായ നേരെയുള്ളതായ പാതയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഫെലിസ്ത്യ ശക്തികളും ശത്രുവിൻ്റെതായ വിവിധ തന്ത്രങ്ങളും നിനക്ക് തടസ്സം നിൽക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്ന അരുമനാഥൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ചില ചുറ്റിയ വഴികൾ നിനക്ക് വേണ്ടി ഒരുക്കുമ്പോൾ, വഴി ചുറ്റിയാലും ഉന്നതന്റെ സാന്നിധ്യമുള്ളിടത്തോളം ദൈവത്തിന്റെ പരിപാലനത്തിന്റെ മറവിൽ വാഗ്ദത്തം പ്രാപിക്കുമെന്ന് ഇന്ന് പകലിൽ ഉറയ്ക്കുന്നതായ ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോ ഒരുക്കപ്പെട്ടതായ ജനവും അറിയപ്പെടാത്തതായ വഴിയുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജനം യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്നവിടെ കാണുന്നു. ജനം യുദ്ധസന്നദ്ധരായിട്ടാണ് പുറപ്പെട്ടത്. വാഗ്ദത്തം പ്രാപിക്കാനല്ലേ നിങ്ങൾ പോകുന്നത്? ഇസ്രായേൽ ജനത്തോട് നമുക്ക് ചോദിക്കാം, ജനമേ, നിങ്ങൾ വാഗ്ദത്തം പ്രാപിക്കുവാനല്ലേ പോകുന്നത്? പാലും തേനും ഒഴുകുന്നതായ ഒരു ദേശം തരാമെന്നല്ലേ ദൈവം നിന്നോട് പറഞ്ഞത്? ആ വാഗ്ദത്തം നിന്റെ കൈവശമുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്? ഇവിടെയാണ് ഒരു ദൈവപൈതൽ മനസ്സിലാക്കേണ്ടതായ കാര്യം. ദൈവജനത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടതിന് നീണ്ട യാത്ര ചെയ്യേണ്ടത് ഈ ലോകത്തിന്റെ വിവിധ വഴികളിലാണ്. ഈ ലോകമാകുന്നതായ മരുഭൂമിയിൽ കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്. ലോകം പിശാചിന്റെ അധീനതയിൽ, സാത്താന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ദൈവവചനം പറയുകയാണ്. സാത്താന്റെ അധീനതയിൽ കിടക്കുന്നതായ ഈ മരുഭൂമിയിൽ കൂടെ, ഈ ലോകത്തുകൂടെ ദൈവജനം യാത്ര ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാത്തതായ പല എതിർപ്പുകളും, പ്രതീക്ഷിക്കാത്തതായ പല പ്രതിസന്ധികളും, പ്രതീക്ഷിക്കാത്തതായ പല പ്രതികൂലങ്ങളും കടന്നു വരുവാൻ ഇടയുണ്ട്. എന്നാൽ അവിടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനം 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വാക്യം എന്താ നമ്മെ ഓർപ്പിക്കുന്നത്? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയില്ല. ദൈവം ഒരുക്കുന്നത് പകൽ അഗ്നിസ്തംഭവും രാത്രി മേഘസ്തംഭവുമല്ല. ദൈവം ഒരുക്കുന്നത് രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമാണ്. പകൽ നിനക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് ദൈവത്തിനറിയാം. രാത്രി എന്താണ് നിനക്ക് ആവശ്യമുള്ളത് എന്ന് ദൈവത്തിനറിയാം. അപ്പൊ നിനക്ക് രാത്രിയിൽ ആവശ്യമുള്ളത് രാത്രിയിലും, പകൽ ആവശ്യമുള്ളത് പകലും ഒരുക്കുന്നതായ ദൈവത്തിന്റെ കരുതൽ. നിനക്ക് ആവശ്യമുള്ളത് ഒരുക്കി തരുന്നതാണ് ദൈവത്തിന്റെ കരുതൽ. നീ ചോദിക്കുന്നതായിരിക്കുകയില്ല ഒരുപക്ഷെ നിനക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. നിനക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് ആ സമയത്തൊരുക്കുവാൻ കഴിവുള്ളവനാണ് നിന്നെ പുറപ്പെടുവിക്കുന്നത്. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നതായ അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമുള്ളത് ഒരുക്കി തരുന്നതായ ദൈവമാണ്. ഇവിടെ നമുക്ക് ആ യുദ്ധത്തിന്റെ മറവിൽ പഠിക്കുന്നതായ രണ്ടാമത്തെ പഠനത്തിലേക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തെ ആത്മീയ പാഠത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതായ ദൈവത്തിന്റെ ജനം ചോരത്തുള്ളി ആചരിച്ച് പുറപ്പെട്ടതുപോലെ സാത്താന്റെ അധീനതയിൽ നിന്ന് പാപത്തോട് വിട പറഞ്ഞ് ആരാധിക്കുവാൻ തയ്യാറാകുന്നതായ ജനം സാത്താന്യ ശക്തികളോടും പാപ ഇച്ഛകളോടും എതിരെ യുദ്ധം ചെയ്യുവാൻ തയ്യാറായിരിക്കണമെന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. യുദ്ധനിരയിൽ നിൽക്കുന്നതായ ഒരു യോദ്ധാവ് എപ്പോഴും യുദ്ധത്തിനായി ജാഗരൂകനായിരിക്കുന്നത് പോലെ അതിർത്തിയിൽ നിൽക്കുന്നതായ ഒരു ജവാൻ എപ്പോഴും
ശത്രുവിന്റെ ആക്രമണം മുന്നിൽ കണ്ട് അതിനെതിരെ ജാഗരൂകനായി നിൽക്കുന്നത് പോലെ ഒരു ദൈവ പൈതൽ തനിക്ക് മുമ്പ് നിൽക്കുന്നതായ സാത്താന്യ മണ്ഡലത്തോട് എതിരിടേണ്ടതിന് എപ്പോഴും ആത്മാവിൽ ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അവിടെ അതാണ് രണ്ടാമത്തെ പാഠം. സാത്താന്റെ അധീനതയിൽ നിന്നാണ് നാം പുറപ്പെടുന്നത്. പാപത്തിന്റെ അധീനതയിൽ നിന്ന്, ലോകത്തിന്റെ അധീനതയിൽ നിന്ന്, മരണത്തിന്റെ അധീനതയിൽ നിന്ന് യാത്ര പറഞ്ഞ് നാം പുറപ്പെടുകയാണ്. ഒരു നിശ്ചിത ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. മരണവാതിൽ വരെ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ യാത്രക്കിടയിൽ നേരിടുന്നതായ സാത്താന്യ മണ്ഡലവുമായിട്ടുള്ളതായ ആ വലിയ പോരുകളുണ്ട്. അതിനെതിരെ യുദ്ധം ചെയ്യുവാൻ എപ്പോഴും തയ്യാറായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിയോടെ അറിയിക്കുന്നതാണ് രണ്ടാമത്തെ ആത്മീക പാഠം. അവിടെ ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം വെളിപ്പെടുകയാണ്. വഴി മുന്നിൽ അവർക്ക് നേരത്തെ പരിചയമില്ല. മോശ പോലും നേരത്തെ യാത്ര ചെയ്തിട്ടുള്ളതായ വഴിയല്ല. വഴിയിൽ എന്തൊക്കെ അനർത്ഥം പതിയിരിക്കുന്നെന്നോ, എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടെന്നോ, എത്ര ദൂരം വഴിയാത്ര താണ്ടണമെന്നോ ഒന്നും നയിക്കുന്നതായ മോശയ്ക്കും അറിയില്ല. പക്ഷേ അന്ത്യം വരെ അറിയുന്നതായ ദൈവത്തിലാണ് മോശ എന്ന നേതാവ് ആശ്രയം അർപ്പിച്ചിരിക്കുന്നത്. ദൈവം പറയുന്നതിനനുസരിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മോശയ്ക്ക് കൊടുത്തിരിക്കുന്നതായ നിയോഗം. അതിനുവേണ്ടി എന്തൊക്കെ വേണമോ അതെല്ലാം മരുഭൂമിയിൽ ദൈവം ഒരുക്കി തരികയാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി പ്രവേശത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടതായ ദൈവജനത്തെ ദൈവം നയിച്ചുകൊണ്ട് ചെങ്കടലിന്റെ തീരത്തേക്ക് അവരെ നയിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെയാണ് വായിപ്പാൻ കഴിയുന്നത്. പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രിയിൽ വെളിച്ചം കൊടുക്കേണ്ടതിന് അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ഇസ്രായേലിന്റെ യാത്രയുടെ ആരംഭമാണ്. ദൈവജനത്തിന്റെ യാത്രയുടെ ആദ്യം മുതൽ തന്നെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നിഴൽ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതുവരെ യുദ്ധം ചെയ്യാത്തതായ ജനത്തിന് യുദ്ധത്തിലേക്ക് വലിച്ചഴക്കേണ്ടതിനു വേണ്ടി ജനം പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതായ ഫറവോൻ അവരെ മടക്കി വരുത്തേണ്ടതിന് അവരുടെ പുറകെ പോകുന്ന ഒരു പിന്തുടർച്ചയുടെ വ്യാപാരത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അടുത്തു വരുന്നതായ പിന്തുടർച്ച ശക്തിയാണ് ഫറവോന്യ ശക്തി. അത് ഇസ്രായേലിനെ പിന്തുടരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവജനം ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം അനുവദിച്ചില്ല. ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്നതായ യുദ്ധമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആ യുദ്ധത്തിനുള്ളതായ സാഹചര്യമാണ് നമ്മൾ പിന്നിൽ ചിന്തിച്ചത്. ആ യുദ്ധത്തിന്റെ കാരണമാണ് നമ്മൾ ചിന്തിച്ചത്. ആ യുദ്ധത്തിലെ കക്ഷികൾ ആരൊക്കെയാണെന്നാണ് ചിന്തിച്ചത്. ഇസ്രായേലിനെ മടക്കി കൊണ്ടുപോകുവാൻ, തിരിച്ചു കൊണ്ടുപോകുവാൻ രഥങ്ങളുടെയും സൈന്യത്തിന്റെയും പിൻബലത്തോടെ കടന്നു വരുന്നതായ ഫറവോന്യ ശക്തി. ആ ഫറവോന്യ ശക്തിയാണ് എതിരിട്ട് വരുന്നതായ ശത്രു. ആർക്കെതിരെ കടന്നു വരുന്നത്? ദൈവജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരുന്നത്. ഇസ്രായേലിന് യുദ്ധം ചെയ്യുവാൻ കഴിവുണ്ടോ? അവർക്ക് യുദ്ധം എന്തെന്നറിയില്ല. പക്ഷേ അവർക്ക് യാത്ര ചെയ്തേ മതിയാകുകയുള്ളൂ. ദൈവമാണ് അവരെ പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് അവർ യാത്ര ചെയ്യും. അവർ യുദ്ധം ചെയ്യുവാൻ അറിയത്തില്ല എങ്കിലും അവർക്ക് വേണ്ടി ഫറവോനോട് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ആ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നതാണ് രണ്ടാമത്തെ യുദ്ധം. ആ യുദ്ധം എങ്ങനെയാണ് നടത്തുന്നത്, എങ്ങനെയാണ് നടക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്ന ചൊവ്വാഴ്ച രാവിലെ ഇതേ സമയത്ത് നമുക്ക് ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വരുന്നതായ പ്രതിസന്ധികളെ ഓർത്ത് ദൈവജനം ഭാരപ്പെടരുത്. നാം വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക്
നിത്യതയുള്ള ദേശത്തേക്ക്, നിത്യ കനാനിലേക്ക് നമ്മെ പുറപ്പെടുവിച്ചതായ ദൈവം വഴിയിൽ വെച്ച് നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. ഏത് പ്രതിസന്ധി ഉണ്ടാകട്ടെ, ഏത് പ്രതികൂലം കടന്നു വരട്ടെ, ഏത് പിന്തുടർച്ച ശക്തികൾ കടന്നു വരട്ടെ, അതിന്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്നവരല്ല ദൈവത്തിന്റെ ജനം. ദൈവത്തിന്റെ ജനത്തെ നടത്തുവാൻ അത്യുന്നതനായ ദൈവം തന്റെ സൈന്യവുമായി നമ്മോട് കൂടെയുണ്ട്. പകൽ മേഘസ്തംഭം ഒരുക്കി, രാത്രി അഗ്നിസ്തംഭം ഒരുക്കി, നമ്മെ രാത്രിയും പകലും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന ദൈവിക സാന്നിധ്യം ദൈവജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. ഇന്ന് പകലിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നോട് ചേർന്ന് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇസ്രായേൽ ജനം കുഞ്ഞാടിന്റെ രക്തത്താൽ ചോരത്തുള്ളി ആചരിച്ച് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതുപോലെ അങ്ങയുടെ ജനമായ ഞങ്ങളെ പാപത്തിന്റെയും ജഡത്തിന്റെയും ഇച്ഛകളിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവാകുന്നതായ പിശകാ കുഞ്ഞാടിന്റെ രക്തത്താൽ പുറപ്പെടുവിച്ചു എങ്കിൽ ഈ മരുഭൂയാത്രയിൽ കർത്താവെ ഞങ്ങൾക്ക് എതിരിടുവാനിരിക്കുന്നതായ, ഞങ്ങൾക്കെതിരായി കടന്നു വരുന്നതായ എല്ലാ പ്രതിസന്ധികൾക്കും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മുന്നോട്ട് നയിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവകൃപ ധാരാളമായി വ്യാപരിപ്പിക്കുമാറാകണം. വരവിനായി ഒരുക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.